നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് BTCയുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ക്രിപ്റ്റോ ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ബിൻട്രേഡിൻ്റെ സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഒരു 80 to 90% ആക്യുറേറ്റ് ആണ് വരുന്ന സിഗ്നൽ കൺഫേം ആണെങ്കിൽ, അതായത് സോഫ്റ്റ്വെയർ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടാണ് സിഗ്നൽസ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് അറിയാനോ പഠിക്കാനോ ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, കോളർ, വാട്സാപ്പ് സെയിം നമ്പർ തന്നെയാണ്. അപ്പോൾ ഇന്ന് 5 മിനിറ്റിൻ്റെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ഏറ്റവും മേഖലയിൽ വരുന്നതിൻ്റെ മാർക്കറ്റ് റേറ്റ്. ഇതിൽ ഈ റെഡ് ഡൗൺ ആരാ കാണിക്കുന്നതിൽ അത് സെല് ചെയ്യാനുള്ളതും ഗ്രീൻ വരുന്ന ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻസ് ആണ്. അതായത് സോഫ്റ്റ് നമുക്ക് സിഗ്നൽസ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തരും. സിഗ്നൽ വരുമ്പോൾ തന്നെ ഒരു അലേർട്ട് മെസ്സേജ് മുഖേന നമുക്ക് ഇൻഡിക്കേഷൻ തരും. അതേ ഡീറ്റെയിൽസ് ഏറ്റവും മേഖലത്തെ ഡാഷ്ബോർഡിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് റൺ ചെയ്തിരിക്കുന്ന സെല്ല് വന്നിരിക്കുന്നത് 6 മണിക്കാണ്. ആ സെല്ല് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് ഇറങ്ങി. ഇപ്പം ഞാൻ പറഞ്ഞ സിഗ്നൽസ് സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തരും. നമ്മളിത് കൺഫേം ആണെങ്കിൽ മാത്രം എടുക്കുക. കൺഫർമേഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു സെൽ സിഗ്നൽ ആക്ടിവേറ്റ് ഉണ്ടെങ്കിൽ സെല്ലിൻ്റെ ഫസ്റ്റ് കൺഫർമേഷൻ എന്ന് പറയുന്നത് ഈ ആരോ വന്ന ശേഷം ഏറ്റവും താഴെ പ്രൈസ് സെൽസ് ഓൺ എന്ന് എഴുതിയും കാണിക്കണം. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്തെ ബാറിൽ ഒരു ചെറിയ ബാർസ് ആണ്, ആ ബാർ റെഡ് ആയിരിക്കണം. ഇൻ കേസ് അവിടെ റെഡ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് ആയത് ഈ ഒരു ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിൽ നിന്നാണ് താഴത്തെ ബാർ റെഡ് ആയത്. നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാൻ മതിയായിരുന്നു. 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻട്രി എടുത്ത് വെച്ചാൽ മതി. അതായത് സോഫ്റ്റ്വെയർ നമുക്ക് സിഗ്നൽസ് ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തരും. ട്രേഡ് നമ്മൾ മാനുവലി നമ്മുടെ ബ്രോക്കർ ഏതാണ് അതിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യണം. ഈ 2 കൺഫർമേഷൻ കൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. സെല്ലാണെന്നുണ്ടെങ്കിൽ താഴത്തെ ബാർ റെഡും പ്രൈസ് സെൽസ് ഓൺ ആയിരിക്കണം. അതുപോലെ ബൈ ആണെങ്കിൽ ആരോ വന്ന ശേഷം താഴത്തെ ബാർ ഗ്രീനും പ്രൈസ് ബൈസ് ഓൺ ആയിട്ട് 2 കൺഫർമേഷൻ നോക്കുക, ട്രേഡ് എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് സിഗ്നൽ വരുമ്പോൾ ഏറ്റവും താഴത്തെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് എല്ലാം ഡിസ്പ്ലേ വരിക. 3 ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കാണിച്ചു തരും. അതുപോലെ നമുക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ടും കാണിക്കും. സൈഡ് വേസ് ഉൾപ്പെടെ നമുക്ക് ഇതിനകത്ത് ഇൻഡിക്കേഷൻ തരുവേ. ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലൈവായിട്ട് കാണാം. ഒന്നെങ്കിൽ ഓഫീസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഓൺലൈൻ കാണാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് വരാം. ഈ റെഡ് വരുന്നതാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. താഴത്തെ ബ്ലൂ വരുന്ന സപ്പോർട്ട് ലെവൽസ് ആണ്. പിന്നെ ഒറ്റയടിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാൻഡിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കാണാൻ പറ്റും. അത് സൈഡ് വേ ഇൻഡിക്കേഷൻ ആണ്. റെഡും ഗ്രീനും അല്ലാതെ വരുന്ന എല്ലാം സൈഡ് വേസ് ആണ്. സൈഡ് വേസ് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല മാർക്കറ്റിലേക്ക് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും പോകാം. അപ്പം ഞാൻ ഇന്ന് കാണിച്ചത് BTCയുടെ ക്രിപ്റ്റോ ട്രേഡിങ് നമ്മുടെ സ്ട്രാറ്റജിയുടെ ഒരു പെർഫോമൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനോ പഠിക്കാനോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.